പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ച പ്രതിപക്ഷ എംപിമാരും അതേപോലെ ഭരണപക്ഷ എംപിമാരും തമ്മിലൊരു വാക്കേറ്റം ഉണ്ടായിട്ടുണ്ട്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകണം. നമുക്കൊപ്പം നോബൽ മാരിക്കാരൻ തുടരുന്നുണ്ട്. പാർലമെന്റിന് പുറത്ത് അംബേദ്കർ വിഷയത്തിൽ അമിത്ഷായുടെ പ്രസ്താവനയിൽ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധവും അതിനോടൊപ്പം BJP നടത്തുന്ന പ്രതിഷേധവുമുണ്ട്. ഇതിനിടയിലാണ് ഭരണപക്ഷ പ്രതിപക്ഷ എംപിമാർ തമ്മിൽ വാക്കേറ്റമുണ്ടായിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളിലേക്ക്. ഒരു ഭാഗത്ത് ഈ പ്രതിപക്ഷ എംപിമാർ ജയ് ഭീം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിക്കുമ്പോഴാണ് ഭരണപക്ഷ എംപിമാർ BJPക്കാരും കോൺഗ്രസിനെ പ്രതിരോധിക്കുന്ന പ്ലക്കാർഡുകളുമായി അവരുടെ ഇടയിലേക്ക് എത്തിയത്. രണ്ടും കാണാം. 2 തവണ അംബേദ്കറെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിച്ചില്ലേ തുടങ്ങിയ പ്ലക്കാർഡുകളൊക്കെ കാണാൻ സാധിക്കും. ഭരണ പ്രതിപക്ഷ എംപിമാർ തമ്മിൽ ഇപ്പോൾ വാക്കേറ്റമുണ്ടായിരിക്കുകയാണ്. അത് പാർലമെന്റിന് പുറത്താണ് വാക്കേറ്റം. സാധാരണ പാർലമെന്റിനുള്ളിലാണല്ലോ നമ്മൾ ഈ വാക്കേറ്റം കാണുന്നത്. ഇതിൽ ഇപ്പോൾ ജയ് ഭീം മുദ്രാവാക്യം മുഴക്കി പ്രതിപക്ഷവും, എന്നാൽ അംബേദ്കറെ കോൺഗ്രസ് അപമാനിച്ചു, തിരഞ്ഞെടുപ്പിൽ 2 തവണ പരാജയപ്പെടുത്താൻ ശ്രമിച്ചില്ലേ തുടങ്ങിയ പ്ലക്കാർഡുകളുമായി ഭരണപക്ഷ എംപിമാരും ഇപ്പോൾ പാർലമെന്റിന് പുറത്ത് സംഘടിച്ചെത്തി പരസ്പരം വാക്കേറ്റത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രതിപക്ഷം കടുപ്പിക്കുകയാണ്. ഇപ്പോൾ KC വേണുഗോപാൽ, സന്തോഷ് കുമാർ, എല്ലാവരും പ്രതിപക്ഷത്തെ വിവിധ പാർട്ടികളുടെ പ്രതിനിധികൾ ഇപ്പോൾ പാർലമെന്റിന് പുറത്ത് ഭരണപക്ഷ എംപിമാരുമായി തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്, വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഇരു വിഭാഗവും പ്ലക്കാർഡുകൾ ഉയർത്തിയിട്ടുണ്ട്. കോൺഗ്രസാണ് അംബേദ്കറെ അപമാനിച്ചത് എന്ന പ്ലക്കാർഡുമായി ഭരണപക്ഷം നിൽക്കുമ്പോൾ മറുഭാഗത്ത് അംബേദ്കറെ അപമാനിച്ചത് BJP ആണെന്നും ഭരണപക്ഷമാണെന്നുമുള്ള പ്ലക്കാർഡുകൾ ഉയർത്തി ജയ് ഭീം മുദ്രാവാക്യം മുഴക്കി പ്രതിപക്ഷത്തെ എംപിമാരും പാർലമെന്റിന് പുറത്ത് സംഘടിച്ചെത്തുകയാണ്. സാധാരണമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു. നോബൽ മാരിക്കാരൻ, സാധാരണ പാർലമെന്റിന് ഉള്ളിൽ മാത്രം കാണുന്ന തർക്കമാണ് ഇപ്പോൾ പാർലമെന്റിന് പുറത്ത് വാക്കേറ്റമായി മാറിയിരിക്കുന്നത്. ഭരണപക്ഷ പ്രതിപക്ഷ എംപിമാർ തമ്മിൽ വാക്കേറ്റം ഇപ്പോഴും തുടരുകയാണോ നോബൽ മാരിക്കാരൻ? അരുൺ, അപൂർവമായ കാഴ്ചയാണ് പാർലമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പാർലമെന്റ് അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത്. കാരണം ഇന്നിപ്പോൾ രാവിലെ ഈ അംബേദ്കർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണപക്ഷത്തിൻ്റെയും ഒപ്പം പ്രതിപക്ഷത്തിൻ്റെയും പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധങ്ങൾ മാർച്ചുകളായിരുന്നു. അതായത് ഭരണപക്ഷത്തിന്റെ പ്രതിഷേധം ഈ പാർലമെന്റ് കവാടത്തിൽ നിന്ന് അംബേദ്കർ പ്രതിമയിലേക്കും അതോടൊപ്പം തന്നെ പ്രതിപക്ഷമായ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അംബേദ്കർ പ്രതിമയിൽ നിന്ന് പാർലമെന്റ് കവാടത്തിലേക്കുമാണ്. ഈ 2 മാർച്ചുകളും പാർലമെന്റ് പരിസരത്ത് വെച്ച് ഒരേ സമയം മുഖാമുഖം എത്തുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് പ്രകോപനപരമായ മുദ്രാവാക്യം വിളിയും ഒപ്പം കയ്യാങ്കളിയും വാക്കുതർക്കത്തിലേക്കും കാര്യങ്ങൾ പോയത്. മുതിർന്ന എംപിമാർ പോലും പരസ്പരം ഉന്തുകയും തള്ളുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജയ് ഭീം വിളികൾ 2 ഭാഗത്തും ശക്തമായി തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട്. ചില എംപിമാർ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടയിൽ നിന്ന് ഇതൊരു സമാധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു. ഏതാണെങ്കിലും ഈ പ്രതിഷേധം ഇപ്പോഴും അവിടെ തുടരുകയാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർ അടക്കം നോക്കൂത്തികളാവുന്ന ഒരു കാഴ്ച കൂടി ഇവിടെ ഉണ്ട് എന്ന് വേണം എടുത്തു പറയാൻ. പ്രത്യേകിച്ച് ഈ പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ സുരക്ഷ, പ്രത്യേകിച്ച് Z+ കാറ്റഗറി CRPF സുരക്ഷയുണ്ട്. ആ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം അവിടെ ഉണ്ടെങ്കിൽ പോലും ഈ പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് ഇടപെടാൻ കഴിഞ്ഞില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഭരണപ്രതിപക്ഷ എംപിമാർ തമ്മിൽ ഉന്തും തള്ളും അതോടൊപ്പം തന്നെ വാക്കേറ്റവും ഉണ്ടായിരിക്കുന്നു. അത് ഈ അംബേദ്കർ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ തന്നെ 2 കൂട്ടരും ഒരേ വിഷയം ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധിച്ചത്. ഒരു വശത്ത് അംബേദ്കറെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കുകയും മാപ്പ് പറയുകയും ചെയ്യണമെന്ന് കോൺഗ്രസും മറ്റ് സമാജ്വാദി പാർട്ടി അടക്കമുള്ള മറ്റ് പ്രതിപക്ഷത്തെ ഇന്ത്യ സഖ്യത്തിലെ CPM CP അടക്കമുള്ള എല്ലാ പാർട്ടികളും ആവശ്യപ്പെട്ടുള്ള അവർ സംയുക്തമായി പ്രതിഷേധിക്കുന്നു. മറ്റു വശത്ത് BJP ആകട്ടെ കോൺഗ്രസ് അംബേദ്കറെ 2 തവണ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു, കോൺഗ്രസ് അംബേദ്കറെ അപമാനിക്കുകയാണ് എന്ന് കാണിച്ചുകൊണ്ട് BJPയുടെ പ്രതിഷേധവും വന്നു. എന്താണെങ്കിലും ഈ പ്രതിഷേധത്തിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കയ്യാങ്കളിയിലേക്ക് വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം പാർലമെന്റ് കവാടത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ പലത് നടക്കുമെങ്കിലും എംപിമാർ തമ്മിൽ കയ്യാങ്കളിയിലേക്കൊക്കെ പോകുന്നത് ഒരുപക്ഷെ പാർലമെന്റിന് അകത്ത് പല ഘട്ടങ്ങളും അത്തരത്തിൽ പേപ്പറുകൾ റിവ്യൂ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് വളരെ അപൂർവമാണ്. ആ കാഴ്ചയ്ക്കാണ് എന്താണെങ്കിലും പാർലമെന്റിൽ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. 11 മണിയാകുമ്പോഴത്തേക്കും എംപിമാർ തിരിച്ച് പാർലമെന്റ് കവാടത്തിലേക്ക് കയറും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശക്തമായ പ്രതിഷേധം പാർലമെന്റിന്റെ പുറത്ത് ഇപ്പോൾ എംപിമാരുടെ ഭാഗത്ത് ഉണ്ടായി എന്ന് വേണം നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ. അരുൺ, റോഷിപാലാണ് വിവരങ്ങൾ നൽകുന്നത്. പാർലമെന്റിൽ നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം തത്സമയ ദൃശ്യങ്ങൾ. പാർലമെന്റിന് ഉള്ളിൽ നിന്നും പാർലമെന്റിന് പുറത്തേക്ക് വാക്കേറ്റം എത്തിയിരിക്കുന്നു.
എം പിമാർ തമ്മിലുള്ള വാക്കേറ്റത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഭരണപക്ഷത്തെ എം പിമാരും പ്രതിപക്ഷത്തെ എം പിമാരും സംഘടിച്ചെത്തി കയ്യിൽ പ്ലക്കാർഡുകളുമായി മുതിർന്ന എം പിമാരടക്കം പരസ്പരം വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നതും തള്ളിമാറ്റുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത് നോബൽ മാരിക്കാരനാണ്. നമുക്കൊരു ചെറിയ